എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ സഫാരി ദിനത്തിലെ ആദ്യ മണിക്കൂറുകൾക്ക് ശേഷം, രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം വീണ്ടും സഫാരിയിലേക്ക് കടക്കുകയാണ്. ആദ്യ മണിക്കൂറിൽ റോങ്കായ് പ്രൈഡുകളുടെ കാഴ്ചയുടെ അവസാന ഭാഗവും ജിറാഫുകളും ആഫ്രിക്കൻ ആനകളുടെ തലയെടുപ്പായ ആണാനകളുടെ കാഴ്ചകളുമാണ് ഇന്നത്തെ കാഴ്ചയിലുള്ളത്. ആ വലിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. മാരയിലെ മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ള കാഴ്ചകൾ. ആ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ചെറു വിശ്രമം കഴിഞ്ഞ് റോങ്കായ് പ്രൈഡുകൾ നടത്തം തുടങ്ങിയിരിക്കുന്നു. കാഴ്ചയിൽ സിംഹക്കൂട്ടങ്ങളും ടോപ്പികളും ജിറാഫുകളുമുണ്ട്. ഒപ്പം മറ്റ് ചെറുജീവികളും, കൂടെ ആഫ്രിക്കൻ ആനകളുടെ തലയെടുപ്പും. ആ കാഴ്ച കൂടിയാവുമ്പോൾ ആ കാഴ്ചയുടെ നിറവിലായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. ഈ കാഴ്ചയുടെ തുടർ കാഴ്ച നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം ഞങ്ങൾക്കൊപ്പം മസായിമാരെ ഉൾപ്പെടെയുള്ള വനവന്യജീവി കാഴ്ചയിലേക്ക് എത്തുവാൻ നിങ്ങൾക്കും അവസരം. ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. കാഴ്ചയിൽ ജിറാഫുകളും ഇമ്പാലകളുമുണ്ട്. ഉയരത്തിൽ കേവന്മാരെങ്കിലും സാധുക്കളായ ഇവ സിംഹക്കൂട്ടങ്ങളുടെ ഭക്ഷണമാവാറുണ്ട്. നീളമുള്ള വലിയ കാലുകൾ വീശിയുള്ള ചവിട്ടും തൊഴിയും കുറിച്ച് ശക്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ സിംഹക്കൂട്ടങ്ങൾ ചുറ്റും നിന്ന് ആക്രമിച്ചാണ് ഇവയെ കീഴ്പ്പെടുത്താറുള്ളത്. സാധുക്കളെങ്കിലും ഇവയിലും ടെറിട്ടറി യുദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. നീളമുള്ള കഴുത്തുകൾ വീശിയടിച്ചാണ് ഇവ എതിരാളികളെ നേരിടുന്നത്. മുന്നിലുള്ള എതിരാളികളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചും വീശിയടിച്ചുമല്ല എതിരാളികൾ ഇവർ നിലം പരിശാക്കും. റോങ്കായ് പ്രൈഡുകളുടെ നടത്തം തുടരുന്നു. ഇണകൾ പോയ വഴിയെ ഒലോമിനിയും നടപ്പ് തുടർന്നു. 3 പ്രൈഡുകളെ നയിക്കുന്നവനാണ് എങ്കിലും ഇവർക്കൊപ്പമാണ് കൂടുതൽ ഇവനെ കാണാറുള്ളത്. കൂട്ടത്തെ നയിക്കുന്നവനെന്ന അർത്ഥത്തിൻ്റെ നേർ ഉദാഹരണം കൂടിയാണിത്. 3 പ്രൈഡുകളെ റോങ്കായ് പ്രൈഡുകളാണ് ഏറ്റവും വലുതും ഏറ്റവും അംഗങ്ങൾ കൂടുതലുള്ളതും. അതുകൊണ്ട് തന്നെ ഈ നേതാവിന് ഇവയെ നയിക്കുവാനാണ് കൂടുതൽ താല്പര്യവും ഉണ്ടാകുക. ഉയരത്തിൽ കേമന്മാരെങ്കിലും വലിയ വെല്ലുവിളികൾ ഇവ നേരിടാറുണ്ട്. സാധാരണ ഇവയെ കാണാറുള്ളത് കൂട്ടമായി നിൽക്കുന്ന മരക്കൂട്ടങ്ങൾക്കിടയിലാണ്. മരത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുക ഇവയ്ക്ക് എളുപ്പമാണ്. എന്നാൽ കാലിന് ചൂട്ടിൽ നിൽക്കുന്ന പുല്ലുകൾ ഇവയ്ക്ക് ഭക്ഷണമെങ്കിലും 4 കാലുകളും വശങ്ങളിലേക്ക് വിടർത്തി പൊക്കം കുറച്ച് കഴുത്തുകൾ താഴേക്ക് കുനിച്ചു മാത്രമേ ഇവയ്ക്ക് ആ ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് കുറച്ച് ശ്രമകരവുമാണ്.
അതിജീവനത്തിന് ഈ ജീവിക്ക് അവയുടെ ആഹാര രീതിക്ക് അനുസരിച്ചുള്ള പല രീതിയിലുള്ള ആഹാരം ആവശ്യമാണ്. വേനൽക്കാലം വരുമ്പോൾ ഉണങ്ങിയ പുല്ലുകൾ ആവശ്യം എന്നതുപോലെ തന്നെ നിലത്ത് വളരുന്ന പച്ച പുല്ലുകളും ഇവയ്ക്ക് ആവശ്യമാണ്. ഒലോമിനിയും സംഘവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവയ്ക്ക് കുറച്ച് മാറിയായി അല്ലെങ്കിൽ കുറച്ച് കുറുകിയായി ലാൻഡ് ക്രൂസുകൾ നിരന്നു കിടക്കുന്നു. വെളിച്ചം കുറച്ച് എതിരാണ്, എങ്കിലും അവ കടന്നു വന്ന് കഴിയുമ്പോൾ ദൃശ്യങ്ങൾ ക്ലിയർ ആകുന്നുണ്ട്. വലുതും ചെറുതുമെല്ലാം ക്യാമറകളെ മുട്ടി എന്നതുപോലെ കടന്നു പോകുന്നു. അവയുടെ നോട്ടം പലപ്പോഴും നമ്മളിലേക്കും ക്യാമറകളിലേക്കും എല്ലാം ഉണ്ടാവാറുണ്ട്. റോങ്കൈ പ്രൈഡുകളിലെ വരും തലമുറകൾ നമ്മളെക്കുറിച്ച് ഭയത്തോട് നോക്കി കടന്നു പോകുന്നു. അടുത്ത വർഷം ഇതേ സമയം വരികയാണെങ്കിൽ ഒലോമിനിക്കൊപ്പമാകും കൂട്ടത്തിലെ ഈ കുഞ്ഞന്മാരെല്ലാം തന്നെ. കൂട്ടത്തിലെ കുറിച്ച് അഗ്രസീവായ ആൺസിംഹങ്ങളെ കൂട്ടത്തിൻ്റെ തലവൻ സിംഹങ്ങളെ ആ കൂട്ടത്തിൽ നിന്ന് വിടർത്തും. അങ്ങനെ അടുത്ത ഇടയിൽ ഈ കൂട്ടത്തിൽ നിന്ന് ഓടിച്ചവയാണ് ഫയർ റോക്കേഴ്സ് എന്ന് വിളിക്കുന്ന 5 ആൺസിംഹങ്ങൾ. ആ 5 സിംഹങ്ങളും ഒന്നിച്ച് ഒരു കൂട്ടമായി തന്നെ മറ്റൊരു ടെറിട്ടറിയിൽ സുഖമായി വസിക്കുന്നു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ മാരയിലെ പുല്ലുകൾക്ക് പച്ചപ്പും കുറച്ച് മഞ്ഞയും കലർന്ന പുല്ലുകളാണ് ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ ഈ മാസങ്ങളിൽ സൂര്യപ്രഭയിൽ കൃത്യമായി ഈ ജീവികളെ നമുക്ക് കാണുവാനും സാധിക്കും. ഈ മാസങ്ങളിൽ സവാനകളിലെ പുല്ലുകൾക്ക് ഉയരക്കൂടുതൽ ഇല്ലാത്തതിനാൽ നമുക്ക് അതിൽ നിൽക്കുന്ന എല്ലാ ജീവികളെയും കൃത്യമായി കാണുവാനും ആസ്വദിക്കുവാനും പകർത്തുവാനും സാധിക്കും.
സിംഹ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നാട്ടിൽ ബന്ദിപ്പൂരിലും കബനിയിലുമൊക്കെ ഒരു കടുവയെ കാണണമെങ്കിൽ ഒരുപാട് കാത്തിരിപ്പ് ആവശ്യമാണ്. കണ്ടു കഴിഞ്ഞാലോ അവ പെട്ടെന്ന് തന്നെ കാടുകൾക്കുള്ളിലേക്ക് കയറി പോവുകയും ചെയ്യും. സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളെ അപേക്ഷിച്ച് സവാനകളാണ് കാഴ്ചകൾക്ക് നല്ലത്. ഇവ കാഴ്ചകളായാൽ മണിക്കൂറുകൾ നമുക്ക് കാഴ്ചയെ മുന്നിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. റോങ്കായികൾ മുന്നിലെ കുറ്റിക്കാടുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി വിശ്രമമാണ്. ആ വലിയ കാഴ്ചയെ വിശ്രമിക്കാൻ വിട്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ആനകളുടെ അരികിലേക്കാണ്. ആഫ്രിക്കൻ ആനകളുടെ ചന്തം നിറവോടെ കാണണമെങ്കിൽ ആണാനകളെ തന്നെ കാണണം. അതും ഇവിടെ വന്ന് ഇവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ കാണണം. മനുഷ്യന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഇമോഷൻസ്
മൈസൂർ സൂവിൽ മെനിഞ്ഞുളുങ്ങിയ ഒരു ആനയുടെ രൂപം നിൽപ്പുണ്ടായിരുന്നു. ആഫ്രിക്കൻ ആന തന്നെയാണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ആ ജീവിയോട് കാണിച്ച ഏറ്റവും വലിയ അപരാധമാണ് ഇതെന്ന് ഇപ്പോൾ പറയാതെ വയ്യ. ഇതുപോലെയുള്ള വിശാലമായ പുൽമേടുകളിൽ നിന്ന് അതിനെ വർഷങ്ങളോളം തളച്ചിട്ട് അത് ഈ അടുത്തിടെ ചെരിഞ്ഞു എന്ന് കേൾക്കുന്നു. പിന്നെ ഉള്ളത് ഫാമിലി ആൻഡ് ബോണ്ട്. എനിക്ക് ഫാമിലി പോലെ അല്ലേ? നമുക്ക് മുന്നിൽ നിന്ന് കാഴ്ചകളായിട്ടുള്ള രണ്ട് ഘടാഘടിയന്മാരാണ്. വലിയ കൊമ്പുകളും വലിയ ശരീരവുമായി അവ നമുക്ക് മുന്നിൽ ആരെയും കൂസാതെ പുല്ലുമെഞ്ഞു നിൽക്കുന്നു. ഇവിടുത്തെ ആനകൾ പൊതുവെ ശാന്തശീലർ എന്ന് തോന്നുന്നു. അവയ്ക്ക് മുന്നിൽ നീണ്ടു നിരന്നു നിൽക്കുന്ന വണ്ടികൾക്ക് മുന്നിൽ കൂടെ തന്നെ അപ്പുറത്തെ കാടുകളിലേക്ക് അവ കടക്കുകയാണ്. ശരീരത്തിൽ ചുളിവുകൾ കൂടുതലാണ് ഇവിടുത്തെ ആനകൾക്ക്. വലിയ ചെവികളും നീണ്ടു വളഞ്ഞ ശരീരവുമെല്ലാം ഇവയുടെ പ്രത്യേകതകളാണ്. ഒരു ദിവസത്തെ സഫാരി 4 ദിവസങ്ങളിലെ കാഴ്ചകളായി കാണിക്കുവാനേ സാധിക്കുകയുള്ളൂ. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മസായി മാര കാഴ്ചകളിലേക്കും ഇന്ത്യയിലെ മറ്റു വനപ്രദേശത്തേക്കും ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ആനകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വലിപ്പ കൂടുതലുമാണ്. മുന്നിലെ ഭീമന്മാർ അപ്പുറം കടന്നു കഴിഞ്ഞിരിക്കുന്നു. പുതിയ കാഴ്ചകളിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം. ജോബി കരിക്കാട്, MTI.